നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്വേത മേനോൻ. നിരവധി ആരാധകരാണ് താരത്തിനുള്ളത്. 1991 ആഗസ്റ്റ് 15 റിലീസിനെത്തിയ അനശ്വരം എന്ന സിനിമയിലൂടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി ബിഗ് സ്ക്രീനിലെത്തിയ താരം തന്റേതായ നിലപാടുകൾ കൊണ്ട് ശക്തമായ സ്വഭാവം കൊണ്ടും കൂടുതൽ ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോഴിതാ മലയാള സിനിമയിലെ തന്റെ ചില നഷ്ടപ്പെട്ട സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്വേത. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശ്വേത മനസ്സ് തുറന്നത്. മഞ്ജു വാര്യർ, ഭാവന, പൂർണിമ, ശ്വേത മേനോൻ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിവരുടേതായ ഒരു സൗഹൃദ സംഘമുണ്ടായിരുന്നു മലയാള സിനിമയിൽ. എന്നാൽ ഇന്ന് ശ്വേത ആ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമല്ല. അതിന് പിന്നിലെ കാരണം എന്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്വേത. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി. എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഞാൻ നേരെ വാ നേരെ പോ ആളാണ്. വാക്കുകൾ വളച്ചൊടിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. ഞാൻ ഒറ്റ മോളാണ്. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. എന്നോട് ആരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അത് ആരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദഹിക്കാൻ. ഞാൻ ആരുടെയും ജീവിതത്തിൽ വന്ന് കള്ളം പറയാറില്ല. അങ്ങനെയുള്ളവർ ഒന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വരാതിരിക്കുക, അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക. അങ്ങനെ എന്തോ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നത് കാരണമാണ് ആ സൗഹൃദങ്ങൾ നഷ്ടമായത്. കള്ളത്തരം പറഞ്ഞതാണ് അന്നെനിക്ക് തോന്നിയത്. ഞാനാണ് ഏറ്റവും അവസാനം അറിഞ്ഞതെന്നാണ്. എന്തിനാണ് ഇവരൊക്കെ ബുദ്ധിമുട്ടുന്നതെന്ന് തോന്നിപ്പോയി. ഞാൻ ബോളിവുഡിൽ നിന്ന് വന്നതാണ്. അവിടെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്തിനാണ് ഞാൻ എന്നെ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന രീതിയിൽ എനിക്ക് തോന്നിപ്പോയി. നമ്മൾ പതുക്കെ പതുക്കെ വലിയാൻ തുടങ്ങി. പുറത്തുനിന്ന് ആളുകൾ വരെ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഫൈറ്റോ യുദ്ധമോ നടന്നിട്ടില്ല. ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. എന്നെ അത് സാരമായി ബാധിക്കാൻ തുടങ്ങി. അവരെല്ലാവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ഗ്രൂപ്പിലില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരുടെയും ജീവിതമൊന്നും ഇന്ന് പോയിട്ടില്ല. ടൈം ഈസ് ദ ബെസ്റ്റ് ഹീലർ എന്നാണ് പറയുന്നത്. ഇതെപ്പോഴോ നടന്നതാണ്. ഇന്ന് എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. ഞാൻ ഇന്നും വ്യക്തിപരമായി അവരെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അവരോരോരുത്തരുമായി കാണുമ്പോൾ ഞാൻ വളരെ നന്നായി തന്നെ പെരുമാറാറുമുണ്ട്. പക്ഷേ ഞാൻ ആ ടീമിന്റെ ഭാഗമല്ലെന്ന് മാത്രം ഇന്ന് ശ്വേത വ്യക്തമാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് നടി ചികിത്സ തേടിയിരുന്നു. കുറെ നീണ്ട യാത്രകൾക്ക് ശേഷം എൻ്റെ വലതു തോളിൽ ഒരു വേദനയും അസ്വസ്ഥതയും ഉണ്ടായി. കഴുത്തിൽ നിന്ന് വലതു കൈവരെ വേദനയും മുറുക്കവും അനുഭവപ്പെട്ടിരുന്നു. നടക്കാൻ പോലും ബുദ്ധിമുട്ടായി എന്ന് നടി പറഞ്ഞു. അതേസമയം ബാദലാണ് ശ്വേതയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ക്വീൻ എലിസബത്തിലും താരം അഭിനയിച്ചിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒരുക്കുന്ന നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരിയലിൽ ശ്വേതയുടേതായി ഇപ്പോൾ അണിയറയിലുള്ളത്. അഭിനയത്തിന് പുറമെ ടെലിവിഷൻ ഷോകളിൽ വിധികർത്താവായും സജീവമാണ് ശ്വേത. ഈ അടുത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിഥിയായി ശ്വേത എത്തിയിരുന്നു. സീസൺ 1 മത്സരാർത്ഥിയായിരുന്നു ശ്വേത. 1994 ഫെമിന മിസ് ഇന്ത്യൻ ഏഷ്യൻ പസഫിക് കിരീടവും ശ്വേത നേടിയിട്ടുണ്ട്. മികച്ച നടിക്കുള്ള 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ശ്വേത നേടി. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായിട്ടുള്ള അപൂർവ നടിയിൽ ഒരാൾ കൂടിയാണ് ശ്വേത മേനോൻ.